ഗൈസ്, നമുക്കിന്ന് ഒരു വ്യത്യസ്തമായൊരു മീൻകറി തയ്യാറാക്കിയാലോ. അതിനാവശ്യമായ ചേരുവകൾ: ഒരു സബോള ചെറുതായി കൊത്തിയരിഞ്ഞത്, ഒരു അരത്തട ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് പൊളന്നത്, ഒരു നാലല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, 2 പുളി വെള്ളത്തിലിടണം. 2 പുളി നല്ല ഉടയുള്ള പുളിയായി 2 മതി. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചാൽ കൊള്ളുക. ആദ്യമായി എണ്ണ ചൂടാകുമ്പോൾ തന്നെ അതിലോട്ടൽപ്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എന്നിവ ഇടണം. അതിനുശേഷം അല്പം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. ചേരുവകൾ മുറിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചട്ടി ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മൾ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. മൂത്തതിന് ശേഷം പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർക്കുക. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചേരുവകളെല്ലാം വഴന്ന് വരുന്ന നേരം കൊണ്ട് നമ്മൾ ഒരു 2 സ്പൂൺ മുളക് പൊടിയും, ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും നന്നായി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് മിക്സിയിലടിച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. അത് നമുക്ക് ചേരുവകൾ വഴന്ന് വരുന്ന നേരം കൊണ്ട് അത് ചെയ്യാം. നമ്മൾ ചേരുവകളെല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും, പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച മുളകും മഞ്ഞളും കുരുമുളകും കൂടി ഇട്ട് അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് നല്ലൊരു 2 പുളിയും കൂടെ ഇട്ട് നല്ലൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ കൊഴുവ അതിലോട്ട് ഇടണം. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ കൊഴുവ ഇട്ട് കൊടുക്കാം. നമുക്കത് മൂടി വെച്ച് അല്പം നേരം വേവിച്ചെടുക്കാം. ഹലോ ഗൈസ്, 20 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ ചട്ടി ഒന്ന് തുറന്ന് നോക്കിയിരിക്കുകയാണ്. മീൻ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ മീൻ കറി റെഡി.